Hey guys, ഇതാണ് ബോട്ടിന്റെ വേവ് സിഗ്മ എന്ന് പറയുന്ന ബഡ്ജറ്റ് സെഗ്മെന്റ് സ്മാർട്ട് വാച്ച്. സോ ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ അൺബോക്സിംഗ് പ്ലസ് ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഇന്നത്തെ ഈ വീഡിയോ കൂടെ കാണാൻ പോകുന്നത്. സോ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇതാണ് ബോട്ടിന്റെ വേവ് സിഗ്മ സ്മാർട്ട് വാച്ചിന്റെ പാക്കേജിങ്. ബോക്സിന്റെ അകത്ത് യൂസർ മാനുവൽ, 1 ഇയർ വാറണ്ടി കാർഡ്, മാഗ്നറ്റിക് ചാർജിങ് കേബിൾ, ബോട്ടിന്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് ആൻഡ് ഫൈനലി നമ്മുടെ സ്മാർട്ട് വാച്ച്. സോ ഈ ഒരു സ്മാർട്ട് വാച്ച് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഫീലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണിത്. കാരണം ഇതിൽ കൊടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ ബിൽഡാണ്. പ്ലാസ്റ്റിക്കിന്റെ ബിൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും ചീപ്പല്ല, അത്യാവശ്യം നല്ലൊരു പ്ലാസ്റ്റിക് ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഒറ്റ നോട്ടത്തിന് ഞാനും ആദ്യം വിചാരിച്ചത് ഒരു മെറ്റൽ ഫ്രെയിമുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണെന്നാണ്. കാരണം നമുക്ക് ആ ഒരു ഫീൽ, ആ ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പ്രീമിയം ലുക്കിംഗ് സ്മാർട്ട് വാച്ച് ആണിത്. എനിക്കത് ആദ്യം എടുത്ത് പറയാൻ പറ്റും. കാരണം ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച മെറ്റൽ ഫ്രെയിം എന്നാണ്. പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ബിൽഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന സ്മാർട്ട് വാച്ച് ആയിട്ടൊക്കെ നോക്കുന്ന സമയത്ത് നല്ല രീതിക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ക്രൗൺ സൈഡിലായിട്ട് കാണാൻ പറ്റും. ഇതൊരു കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ക്രൗൺ അല്ല, നമുക്ക് ബട്ടൺ എന്ന രീതിയിൽ, അത് ജസ്റ്റ് നമുക്ക് ഹോം പേജിലോട്ട് സ്വിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ആപ്പ് ഡ്രോവറൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രൗൺ ഉപയോഗിക്കാവുന്നതാണ്. നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചീപ്പ് ക്വാളിറ്റി അല്ല കൊടുത്തിരിക്കുന്നത്, നല്ല ക്വാളിറ്റിയുള്ള ക്രൗൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സിലിക്കൺ സ്ട്രാപ്പ് ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സിലിക്കൺ സ്ട്രാപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഫീലില്ല. ഞാൻ കയ്യിലൊക്കെ കെട്ടി കുറച്ച് നോക്കിയായിരുന്നു, എനിക്ക് അങ്ങനത്തെ ഫീലിംഗ് ഒന്നും വന്നിട്ടില്ല. ഇറിറ്റേറ്റ് ചെയ്യുന്ന ഫീലിംഗ് ഒന്നും വന്നിട്ടില്ല. നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കയ്യിൽ നല്ല സ്മൂത്ത് ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 2.1 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സൈസുള്ള ഡിസ്പ്ലേ ആണ്. IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ IPS LCD ഓക്കെ ആണ്. നല്ല ക്വാളിറ്റിയുള്ള IPS LCD തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര ചീപ്പൊന്നുമല്ല, പക്ഷേ IPS LCD ആ ഒരു ക്വാളിറ്റിയാണ് കിട്ടുന്നത്. ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ള സ്മാർട്ട് വാച്ചിന്റെ ക്വാളിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് IPS LCD ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. 550 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഔട്ട്ഡോർ കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ബ്രൈറ്റ്നസ് ഒന്നും പറയാനില്ല, പക്ഷേ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ്, നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രൈറ്റ്നസ് ഔട്ട്ഡോർ കണ്ടീഷനിൽ കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേയുടെ കളേഴ്സ് ആണെങ്കിലും ഡിസ്പ്ലേ ബ്ലാക്ക് ആണെങ്കിലും ഓക്കെയാണ്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കളേഴ്സ് ഒന്നുമില്ല, പക്ഷേ ഓക്കെ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. വാച്ച് ഫേസസ് ഇതിൽ ഡിഫോൾട്ടായിട്ട് 5 വാച്ച് ഫേസസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഡിഫോൾട്ടായിട്ട് 5 വാച്ച് ഫേസസ് വരുന്നുണ്ട്. നമുക്ക് ബോട്ടിന്റെ ക്രസ്റ്റ് ആപ്പ് വഴി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. DIY കസ്റ്റമൈസിന്റെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് വല്ല നമുക്ക് വാച്ച് ഫേസ് ആയിട്ട് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാടധികം കസ്റ്റമൈസ് ഫീച്ചർ ബോട്ടിന്റെ ക്രസ്റ്റ് ആപ്പ് വഴി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 100-ലധികം വാച്ച് ഫേസസ് ബോട്ടിന്റെ ക്രസ്റ്റ് ആപ്പ് വഴി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലോട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ക്വിക്കായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ബോട്ടിന്റെ ക്രസ്റ്റ് ആപ്പ് വഴി നമുക്ക് ബോട്ട് കോയിൻസിന്റെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ബോട്ട് കോയിൻസ് കിട്ടും. ഈ ബോട്ട് കോയിൻസ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് വൗച്ചേഴ്സ് ഒക്കെ ആക്കാൻ പറ്റും. പല ആപ്ലിക്കേഷന്റെ വൗച്ചേഴ്സ് നമുക്ക് ആക്കാൻ പറ്റും. സോ അത് നല്ലൊരു ഫീച്ചറാണ്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കോളിംഗിന്റെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. 10 കോൺടാക്ട്സ് നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. സോ അർജന്റ് കോൾസ് ഒക്കെ നമ്മൾ സ്മാർട്ട് വാച്ചിന്റെ കോൺടാക്ട്സ് തന്നെ എടുത്തിട്ട് കോൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഡയൽ പാഡിന്റെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. മൈക്ക് ആൻഡ് സ്പീക്കേഴ്സ് ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല മൈക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മൈക്കാണ്. സ്പീക്കേഴ്സ് ആണെങ്കിലും നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ വൈബ്രേഷന്റെ ഫീച്ചറും അതോടൊപ്പം തന്നെ നമുക്ക് സൗണ്ടും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവിടെ യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസും പറയാനില്ല. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബ്ലൂടൂത്ത് കോളിംഗിന്റെ ഫീച്ചർ ഈ ഒരു സ്മാർട്ട് വാച്ചിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, SpO2, സ്ലീപ്പ് ട്രാക്കിങ്ങിന്റെ ഫീച്ചേഴ്സും ഞാനെല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് SpO2 ഒക്കെ നോക്കിയായിരുന്നു. നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ട്രാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ ആ ഒരു സൈഡിൽ എനിക്ക് വലിയ രീതിക്ക് കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. അത്യാവശ്യം നല്ല രീതിക്കാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല രീതിക്ക് അന്നേരം ട്രാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ നമ്മുടെ സ്മാർട്ട് വാച്ചിൽ അവൈലബിൾ ആണ്. അവിടെ തന്നെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സ്മാർട്ട് വാച്ചിന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അല്ലാതെ പക്ഷേ ബോട്ടിന്റെ ക്രസ്റ്റ് ആപ്പ് വഴി 700-ലധികം ആക്ടിവിറ്റി മോഡ്സും വരുന്നുണ്ട്. സോ അതും നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് പറയാനുണ്ട്. ഈ ഒരു ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ കൊടുത്തിട്ടുണ്ട്. IP67 വാട്ടർ റെസിസ്റ്റന്റ് ആണ്. സോ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റും. വെള്ളത്തിൽ മുക്കാന്നല്ല, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു സൈഡും ഒരു ഇഷ്യൂ ഇല്ല. ഇനി ബാറ്ററി നോക്കുകയാണെങ്കിൽ ബോട്ട് പറയുന്നതനുസരിച്ച് 7 days ഓഫ് ബാറ്ററി ബാക്കപ്പ് ആണ് കിട്ടാറുള്ളത്. പക്ഷേ ഞാൻ യൂസ് ചെയ്ത രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഒരു 5 days ബാറ്ററി ബാക്കപ്പ് കിട്ടും. നിങ്ങൾ അത്രയ്ക്ക് മോഡറേറ്റ് യൂസർ ആണെങ്കിൽ നമുക്കൊരു 7 days ബാറ്ററി ബാക്കപ്പ് കിട്ടും. എന്നാൽ ഒരു 5 days ബാറ്ററി ബാക്കപ്പ് തീർച്ചയായിട്ടും കിട്ടും. 1.5 മണിക്കൂർ എടുക്കുന്നുണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചാർജ് ചെയ്യുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പും ഓക്കെ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ തന്നെയാണ്. ഫൈനലി ഈ സ്മാർട്ട് വാച്ചിന്റെ പ്രൈസിംഗ് ആണ് 1400 രൂപ അല്ലെങ്കിൽ 1300 രൂപയുടെ ബഡ്ജറ്റ് നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് കിട്ടുന്നുണ്ട്. സോ ഇത് വാങ്ങിക്കുന്നത് വെർത്ത് ആണ്, തീർച്ചയായിട്ടും വെർത്ത് ആണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട്
ഒരുപാടധികം ഡ്യൂപ്ലിക്കേറ്റ് സ്മാർട്ട് വാച്ചസ് വരുന്നുണ്ട്. സോ അതിനേക്കാളുകൾ കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് ബോട്ടിൻ്റെ വേവ് സിഗ്മ എന്ന് പറഞ്ഞ ഈ ഒരു സ്മാർട്ട് വാച്ചാണ്. തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ്, നല്ല പ്രോഡക്റ്റാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെയാണ്. പ്രത്യേകിച്ച് ഡിസ്പ്ലേ സ്മൂത്ത് ആണെങ്കിലും എല്ലാം ഓക്കെയാണ്. പ്രൈസ് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഓക്കെയാണ്. സോ നിങ്ങൾ സ്മാർട്ട് വാച്ച് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, 1500 രൂപയുടെ ബഡ്ജറ്റിൽ നിങ്ങൾ നല്ലൊരു സ്മാർട്ട് വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു സ്മാർട്ട് വാച്ച് തന്നെയാണ്. സോ ഞാൻ പ്രോഡക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കാം. ആമസോണിലും ബോട്ടിൻ്റെ സൈറ്റിലേക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സോ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.